വിശദമായ വാർത്തകളിലേക്ക് വരുമ്പോൾ നെല്ല് സംഭരണം സംസ്ഥാന സർക്കാരിന് കീറാമുട്ടിയാകും. അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് വീണ്ടും മാറുകയാണ്. നെല്ല് സംഭരണത്തിലെ സർക്കാരിന്റെ തുടർ നടപടികളുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന് മില്ലുടമകൾ അറിയിച്ചതായി ഭക്ഷ്യമന്ത്രി പറയുന്നു. വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന മില്ലുടമകളുടെ നിലപാട് ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായ പ്രതിസന്ധികളിൽ സർക്കാർ ഉദാര സമീപനമാണ് സ്വീകരിച്ചത്. തുടർ ചർച്ചയുമായി മുന്നോട്ട് പോകുമെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. ഈ വർഷത്തെ കൊയ്ത്ത് ആരംഭിച്ചെങ്കിലും മില്ലുകൾ നെല്ല് സംഭരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതിനെ തുടർന്ന് അവരുമായി ഒന്നിലധികം തവണ ഞങ്ങൾ തന്നെ സംസാരിച്ചു. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയെ സംബന്ധിച്ചാണ് അവർ പ്രധാനമായി ഉന്നയിച്ചിരുന്നത്. അതനുസരിച്ച് തന്നെ മുഖ്യമന്ത്രി സമയം കണ്ടെത്തി ഇന്നലെ അവരുമായി സംഘടനാ നേതാക്കന്മാരുമായി ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ചർച്ച നടക്കുകയുണ്ടായി. ഞങ്ങൾ അവരുമായി വീണ്ടും ചർച്ചയും ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കർഷകരുടെ പ്രയാസം അകറ്റുകയാണ് ഗവൺമെൻറ്റിൻ്റെ മുഖ്യമായ ലക്ഷ്യം. അതിനാവശ്യമായ നടപടി സ്വീകരിക്കും. മീറ്റിംഗും തീരുമാനിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വന്ന് 11 മണിയോടുകൂടിയാണെന്നാണ് അവർ വിളിച്ചത്. ആ സമയത്ത് വിളിച്ചത് ഞാൻ ഫിനാൻസ് മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങൾ എന്താണെന്ന് ആലോചിക്കും. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകും. മുജ്തബ, നെല്ല് സംഭരണം വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുന്നു. സർക്കാരിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ മില്ലുടമകൾക്ക് കഴിയില്ലെന്ന് പറയുന്നു. എന്ത് വ്യവസ്ഥകളാണ് ഇങ്ങനെയൊരു പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്? ഇനി എന്താണ് സർക്കാരിന്റെ മുന്നോട്ടുള്ള പോക്ക്? നേരത്തെ എറണാകുളത്തായിരുന്നു ഈ ചർച്ച നടക്കേണ്ടത്. അന്ന് മുഖ്യമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. പക്ഷെ മുഖ്യമന്ത്രിയുടെ നിർബന്ധപ്രകാരം മില്ലുടമകൾ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കണം. അതിനനുസരിച്ചാണ് ഇന്നലെ തിരുവനന്തപുരത്ത് യോഗം ചേരാമെന്ന് മുഖ്യമന്ത്രി പറയുകയും ആ യോഗം മാറ്റിവെക്കുകയും ചെയ്തത്. ഇന്നലത്തെ യോഗത്തിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് തീരുമാനമായത്. 2023 സീസൺ വരെ നേരത്തെ ഉണ്ടായിരുന്ന ആകെയുള്ള ഔട്ട്ടേൺ നൽകിയിരുന്നത് 64.5%. അത് വീണ്ടും 68% താഴേക്ക് കൊണ്ടുവന്ന് 64% പുനഃസ്ഥാപിക്കണം. അത് നേരത്തെ ഹൈക്കോടതിയുടെ ഒരു വിധി പ്രകാരമാണ് 68 പോയത്. അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു. അങ്ങനെ ഒരു തീരുമാനമായി. രണ്ടാമതൊരു കാര്യം, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഈ വർഷം മുതൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കും. അത് റൈസ് മില്ലുകൾക്ക് മുഴുവനായി നൽകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പക്ഷേ ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇപ്പോൾ തന്നെ ഫിക്സ് ചെയ്ത് ഓർഡറാക്കി കരാറിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. മൂന്നാമതൊരു കാര്യം, അരി നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ചണച്ചാക്കിന് ഇപ്പോൾ റൈസ് മില്ലുകളിൽ നിന്ന് കൂടുതൽ തുക കിടക്കുന്നുണ്ട്. അത് ഒഴിവാക്കി ചാക്ക് സപ്ലൈകോ വിതരണം ചെയ്യണമെന്നൊരു തീരുമാനത്തിലെത്തി. നാലാമതൊരു കാര്യം, കൈകാര്യ ചിലവ്. അത് നേരത്തെ 2017 സർക്കാർ തലത്തിൽ കമ്മിറ്റി കണ്ടെത്തി അംഗീകരിച്ച 272 രൂപ എന്ന് പറയുന്ന ഒരു നിശ്ചിത നിരക്കുണ്ട്. ആ നിരക്ക് നടപ്പാക്കണം. ഈ 4 കാര്യത്തിൽ ഇന്നലെ തീരുമാനമായതാണ്. പക്ഷെ യോഗം കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്ക് ഈ യോഗത്തിൽ പങ്കെടുത്ത മില്ലുടമകളുടെ സംസ്ഥാന നേതാക്കൾ മന്ത്രിയെ വിളിച്ച് ഈ യോഗവും ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ തീരുമാനമായി വന്ന സമവായമായി വന്ന ഒരു കാര്യമായിരുന്നു. സർക്കാർ വളരെ പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ അത്തരം തീരുമാനങ്ങൾക്ക് അവരുടെ സംഘടനാ ഭാരവാഹികൾക്ക് പുറമെ ഇതിലെ അംഗങ്ങൾക്ക് മൊത്തത്തിൽ ഇതുമായി സഹകരിക്കാൻ കഴിയില്ല. ചില പ്രതിസന്ധികൾ അറിയിച്ചു എന്നാണ് ഭക്ഷ്യമന്ത്രിയോട് സംസ്ഥാന നേതാക്കൾ അറിയിച്ചത്. പക്ഷേ സർക്കാർ ഇപ്പോഴും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇവരിങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും ഈ പ്രതിസന്ധി പരിഹരിക്കേണ്ടതുണ്ട്. മുമ്പ് സമാനമായ രൂപത്തിൽ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം വളരെ ഉദാരമായ സമീപനമാണ്. ഇവരുടെ പ്രശ്നം അടിയന്തരമായി തന്നെ, പ്രത്യേകിച്ച് പാലക്കാട് GST ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്നുണ്ട്. ഈ നെല്ലിന്റെ പ്രോസസിംഗ് ചാർജ് ഉൾപ്പെടെ GSTയിൽ കൂട്ടിയ വിഷയങ്ങളുണ്ട്. അതുൾപ്പെടെ വളരെ ഉദാരമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണ് ഇനി അടുത്ത ഘട്ടത്തിലുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ വരിക എന്നറിയില്ല. പക്ഷേ ചർച്ചകളുമായി മുന്നോട്ട് പോകും. ആ ചർച്ചയുടെ തീയതി തീരുമാനിച്ചിട്ടില്ല. ഇന്നലെ രാത്രി വൈകിയാണ് ഈ വിവരം കിട്ടിയത്. അപ്പോൾ തന്നെ ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുമാണ് മന്ത്രി പറയുന്നത്. നെല്ല് സംഭരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറികടക്കാനുള്ള കൂടുതൽ നടപടികൾ ഉണ്ടാവും. മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി മില്ലുടമകളുമായി ചർച്ച നടത്തിയിട്ടും അതിനകത്ത് പരിഹാരമായില്ലെങ്കിൽ ഇനി എന്ത് വഴി എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്.